നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ഏതാ ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആ നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം അവസാനിച്ച് ഇപ്പം നടക്കുന്നത് സമ്പൂർണ്ണമായ ഒരു യുദ്ധമാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ സാങ്കേതികവിദ്യയെക്കുറിച്ചും അമേരിക്കയുടെ കരുത്തിനെക്കുറിച്ചുമൊക്കെ വാചാലരാകുമ്പോൾ പെൻറ്റഗണിലെ മുൻ ഉപദേഷ്ടാവായ കേണൽ ഡഗ്ലസ് മക്ഗ്രിഗോറിനെ പോലെയുള്ള മുതിർന്ന യുദ്ധവിദഗ്ധർ ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. ഈ യുദ്ധത്തിൽ ഒരു പക്ഷേ ഇസ്രായേൽ അതിജീവിച്ചേക്കില്ല, ഇറാൻ വിജയിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച എയർഫോഴ്സും മൊസാദ് എന്ന ഇൻ്റലിജൻസ് ഏജൻസിയും അമേരിക്കയുടെ ശക്തമായ പിന്തുണയും എല്ലാം ഉണ്ടായിട്ടും ഇസ്രായേൽ തോക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് വെറും ഒരു സാധാരണ പ്രവചനമല്ല. മിലിറ്ററി എക്കണോമിക്സ്, ജിയോഗ്രഫി, ചരിത്രം ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയുള്ള ഒരു യാഥാർത്ഥ്യമായ വസ്തുനിഷ്ഠമായ ഒരു അവലോകനമാണെന്നാണ് അവർ തന്നെ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇറാൻ ഭരണകൂടത്തെയോ അവരുടെ രാഷ്ട്രീയ മതപര ആശയങ്ങളെയോ ഏതെങ്കിലും വിധത്തിൽ അനുകൂലിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. മറിച്ച് ലഭ്യമായ മിലിറ്ററി ഡാറ്റകളും വിദഗ്ധരുടെ നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കെ തന്നെ എതിരാളിയുടെ യഥാർത്ഥ കരുത്തും തന്ത്രങ്ങളും മനസ്സിലാക്കുക എന്നുള്ളത് ജിയോ പൊളിറ്റിക്കൽ വിശകലനത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടെ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആദ്യമേ തന്നെ അപേക്ഷിക്കുന്നു. ആദ്യം നമുക്ക് 2026 മാർച്ചിലെ നിലവിലെ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. യുദ്ധം തുടങ്ങി 5 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ച വഴിക്കല്ല പോകുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറാൻ അവരുടെ 27ഓളം പ്രധാന മിസൈൽ ബേസുകളിൽ നിന്നും ഒരേ സമയം ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ ഹൈഫ, ടെലവീവ് എന്നിവിടങ്ങളിൽ മാത്രമല്ല, ഖത്തറിലെയും UAEയിലെയും ബഹ്റിനിലെയും സൗദി അറേബ്യയിലെയും എല്ലാം അമേരിക്കൻ എയർബേസുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയൊരു മാറ്റമെന്ന് പറയുന്നത് അമേരിക്കൻ നാവികസേനയുടെ പിന്മാറ്റമാണ്. അതായത് നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സിന് ഗൾഫിൽ വന്ന് ബോംബ് വർഷിക്കാൻ കഴിയില്ല. കാരണം ലളിതമാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്നൊരു മരണക്കിണി, ഒരു ഡെത്ത് ട്രാപ്പാണ്. ഇറാൻ്റെ കൈവശമുള്ള ആയിരക്കണക്കിന് ആൻറ്റിഷിപ്പ് മിസൈലുകൾക്ക് മുമ്പിൽ എത്രയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വമ്പൻ കപ്പലുകൾ വെറും എളുപ്പമുള്ള ലക്ഷ്യങ്ങളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേണൽ ഡഗ്ലസ് മക്ഗ്രിഗോർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കൻ കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ ചെങ്കടലിന് പുറത്തേക്കോ പിന്മാറേണ്ടി വന്നിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ സംരക്ഷിക്കാനായിട്ട് അമേരിക്കയ്ക്ക് പരിമിതികളുണ്ട് എന്ന് തന്നെയാണ്. അതായത് ആകാശത്ത് നിന്നും ഇസ്രായേൽ ഒറ്റപ്പെടുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പരാജയപ്പെടും എന്ന് ഈ വിദഗ്ധർ പറയുന്നത്? ഇതിൻ്റെ ഉത്തരം അവരുടെ യുദ്ധതന്ത്രങ്ങളിലുണ്ട്. ഇസ്രായേലും അമേരിക്കയും പരിശീലിച്ചിരിക്കുന്നത് സ്പ്രിൻ്റ് ഓടാനാണ്. എന്നാൽ ഇറാൻ അവരെ വിളിച്ചിരിക്കുന്നത് ഒരു മാരത്തോൺ ഓടാനാണ്. വ്യത്യാസം മനസ്സിലാക്കാണോ എന്ന് വിചാരിക്കുന്നു. അതായത് ഇസ്രായേലിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങൾ എപ്പോഴും ചെറുതാണ്. 1967 6 ദിവസത്തെ യുദ്ധം നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. വമ്പൻ വ്യോമാക്രമണം, ശത്രുവിൻ്റെ കമാൻഡ് സെൻറ്ററുകൾ തകർക്കുക, വേഗത്തിലുള്ള വിജയം. ഇതിന് വേണ്ടത് ഷോക്ക് ആൻഡ് ഓ ആണ്. പക്ഷേ ശത്രു തിരിച്ചടിച്ചാലോ യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയാലോ അവിടെ ഇസ്രായേലിന് ശക്തമായ ഒരു ഉത്തരമില്ല. എന്നാൽ ഇറാൻ്റെ രീതി വ്യത്യസ്തമാണ്. ഇറാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് തയ്യാറെടുക്കുന്നത് ഒരു നീണ്ട യുദ്ധത്തിന് തന്നെയാണ്. 8 വർഷം തുടർച്ചയായിട്ട് യുദ്ധം നടത്തിയ പരിചയം അവർക്കുണ്ട്. അവർക്കറിയാം അമേരിക്കയോട് നേർക്കുനേർ നിന്ന് ജയിക്കാനായിട്ട് കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ വികസിപ്പിച്ചത് ഒരു അസിമെട്രിക് വാർഫെയർ ആണ്. അതായത് ഇതിൻ്റെ കാതൽ ഇതാണ്: വിജയിക്കുക എന്നല്ല, മറിച്ച് തോൽക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇസ്രായേലിനെ കൊണ്ട് പരമാവധി പണം ചെലവാക്കിക്കുക, അവരെ മാനസികമായിട്ട് തളർത്തുക. വിയറ്റ്നാമിൽ അമേരിക്കയ്ക്ക് പറ്റിയതും അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയന് പറ്റിയതും ഈ അബദ്ധമാണ്. ഇനി നമുക്ക് കുറച്ച് കണക്കുകളും കൂടി നോക്കാം. ആധുനിക യുദ്ധങ്ങൾ ജയിക്കുന്നത് ആയുധത്തിൻ്റെ ഭംഗി കൊണ്ടോ കഴിവുകൊണ്ടോ മാത്രമല്ല, അതിൻ്റെ വില കൊണ്ടും കൂടെയാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് ഇതിനെ കോസ്റ്റ് എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് വിളിക്കും. ഇറാൻ്റെ കൈവശമുള്ള പ്രധാന ആയുധം ഷഹീദ് 136 ഡ്രോണുകളാണ്. ഇതിൽ ഒരെണ്ണം നിർമ്മിക്കാനായിട്ട് ഇറാന് ചിലവാകുന്നത് ഏകദേശം $20,000 മാത്രമാണ്. എന്നാൽ ഇതിനെ തകർക്കാനായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്ന തമീർ ഇൻ്റർസെപ്റ്റർ മിസൈലിൻ്റെ വില $50,000 മുതൽ $1,00,000 വരെയാണ്.
ഇനി ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യമെടുത്താലോ? ഇസ്രായേലിൻ്റെ ആരോ 3 മിസൈലിന് $3 മില്യൺ വിലയുണ്ട്. ഇവിടെയാണ് ഇറാൻ്റെ സാച്ചുറേഷൻ സ്ട്രൈക്ക് സ്ട്രാറ്റജി കടന്നു വരുന്നത്. ഇറാൻ ഒരേ സമയം 1000 വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും അയക്കുമ്പോൾ അത് തടുക്കാനായിട്ട് ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളർ ചിലവാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈവശം ഏകദേശം 8 മുതൽ 10 ദിവസത്തേക്കുള്ള ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ആയുധ ശേഖരത്തിൻ്റെ വലിയൊരു വിഭാഗം ചെലവഴിച്ചു കഴിഞ്ഞു. മിസൈലുകൾ തീർന്നാൽ പിന്നെ എന്തു ചെയ്യും? അയൺ ഡോം നിശ്ചലമായാൽ വരുന്ന ഓരോ മിസൈലും ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ പതിക്കും. പിന്നെ ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്ന മറ്റൊരു വെല്ലുവിളി ഭൂമിശാസ്ത്രപരമായിട്ടാണ്. ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഹൈഫയിലെ ഓയിൽ റിഫൈനറികൾ, ഡിമോണിയയിലെ ന്യൂക്ലിയർ പ്ലാന്റ്, ടെലവീവിലെ എയർപോർട്ട്, ഇതെല്ലാം തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. ഒളിക്കാൻ അവർക്ക് സ്ഥലമില്ല. പക്ഷേ ഇറാൻ്റെ കേസ് അങ്ങനെയാണോ? ഇറാൻ ഇസ്രായേലിനേക്കാൾ 80 മടങ്ങ് വലിപ്പമുള്ള രാജ്യമാണ്. അവരുടെ പ്രധാന ആണവ കേന്ദ്രങ്ങളും മിസൈൽ ബേസുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ജാഗ്രോസ് പർവ്വതനിരകളുടെ ഉള്ളിലാണ്. നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ അണ്ടർഗ്രൗണ്ട് സിറ്റികൾ വെറും ഷോ അല്ല. 100 കണക്കിന് മീറ്റർ താഴ്ചയിൽ കട്ടിയുള്ള പാറകളുടെ ഉള്ളിൽ നിർമ്മിച്ച ഈ ബേസുകളെ തകർക്കാനായിട്ട് അമേരിക്കയുടെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എത്ര ആക്രമിച്ചാലും തിരിച്ചാക്രമിക്കാനുള്ള ശേഷി, അതായത് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി, ഇറാന് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്. അവർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മൊസൈക്ക് ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് സാധാരണ ഒരു സൈന്യത്തിൽ ജനറലിനെ കൊന്നാൽ സൈന്യം ചെതറിപ്പോവും. എന്നാൽ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള, അതായത് ഡീസെൻട്രലൈസ്ഡ് സംവിധാനമാണ്. ടെഹ്റാനിലെ കമാൻഡ് സെൻറ്റർ തകർന്നാലും ഓരോ പ്രോക്സി ഗ്രൂപ്പിനും സ്വയം തീരുമാനമെടുത്ത് യുദ്ധം തുടരാനുള്ള പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നത് റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് വടക്ക് നിന്ന് ഹിസ്ബുള്ള, തെക്ക് നിന്ന് അതായത് ഗാസയിൽ നിന്ന് ഹമാസ്, കിഴക്ക് നിന്ന് ഇറാഖി മിലീഷ്യകൾ, ചെങ്കടലിൽ ഹൂത്തികൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ സൈന്യം ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യമാണെന്നുണ്ടെങ്കിലും ഒരേ സമയം 5 സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു സൈന്യത്തിനും അങ്ങേയറ്റം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതുപോലെ തന്നെ ഈ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ മാത്രമാണെന്നും കരുതാൻ പാടില്ല. കാരണം ഇതിൻ്റെ പുറകിൽ വൻ ശക്തികളുടെ കളിയുണ്ട്. ഇസ്രായേൽ പരാജയപ്പെടുന്നത് കാണാനായിട്ട് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ശ്രദ്ധ യുക്രൈനിൽ നിന്ന് മാറാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ റഷ്യ ഇറാൻ അത്യാധുനിക ആയുധങ്ങളും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ പോലും നൽകാനായിട്ട് തയ്യാറായേക്കും. ചൈനയുടെ പങ്കും ഇതിൽ അതിപ്രധാനമാണ്. കാരണം ഈ യുദ്ധം ഒന്ന് തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ശ്രദ്ധ ചൈനയുടെ നേരെ പോകും എന്നുള്ളത് ചൈനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയല്ല, ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് എണ്ണ ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ഇറാൻ നിർണായകമാണ് താനും. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാനായിട്ട് ചൈന അനുവദിക്കില്ല. അവർ സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും ഇറാനെ താങ്ങി നിർത്തുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ഇന്ത്യയുടെ നിലപാടിലേക്കും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ സ്ഥിതി വളരെ സങ്കീർണമാണ്. ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, എന്നാൽ ഇറാനുമായിട്ടും പരമ്പരാഗത സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടില്ല. കാരണം ഗൾഫ് രാജ്യങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയും ഇന്ധന ഇറക്കുമതിയും ഇന്ത്യക്ക് പ്രധാനമാണ്. എങ്കിലും ഇസ്രായേലിന് അത്യാവശ്യ ഘട്ടത്തിൽ ഡ്രോണുകളോ മറ്റ് സഹായങ്ങളോ നൽകി ഇന്ത്യ പരോക്ഷമായിട്ട് സഹായിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇന്ത്യ തുടരാൻ സാധ്യതയുള്ളത്. എന്ന് വെച്ച് ഇസ്രായേലിനെ എഴുതി തള്ളാനും പറ്റില്ല. കാരണം അവർക്ക് ജയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എസ്കലേഷൻ ഡൊമിനൻസ്. എന്ന് പറഞ്ഞാൽ ഇറാൻ പ്രതീക്ഷിക്കുന്നതിലും വലിയ പെട്ടെന്നുള്ള കനത്ത പ്രഹരം ഏൽപ്പിക്കുക. മൊസാദിൻ്റെ ഇൻ്റലിജൻസ് ശൃംഖല ഇറാൻ്റെ ഉള്ളിൽ അങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള സകല കേന്ദ്രങ്ങളിലും മൊസാദുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക എങ്ങാനും നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ ഇറാൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റുകയും ചെയ്യും. ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ പരാജയത്തിൻ്റെ വക്കിലെത്തിയാൽ എന്ത് സംഭവിക്കും? ഇസ്രായേലിൻ്റെ കൈവശം പ്രഖ്യാപിക്കാത്ത അണുവായുധങ്ങളുണ്ട്. ഇതിനെയാണ് സാംസൺ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബൈബിളിലെ സാംസൺ തൻ്റെ ശത്രുക്കളെയും തന്നെയും ഒരുമിച്ച് നശിപ്പിച്ചതുപോലെ ഇസ്രായേൽ നിലനിൽപ്പിനായിട്ട് ആണവായുധം പ്രയോഗിച്ചേക്കാം.
അതുകൊണ്ട് തന്നെ ഡഗ്ലാസ് മക്ഗ്രിഗർ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ആണവായുധം ഉപയോഗിച്ചാൽ റഷ്യയും ചൈനയും പാകിസ്ഥാനും ടർക്കിയും കാഴ്ചക്കാരായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാനായിട്ട് ഇത് കാരണമായേക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ഈ യുദ്ധം 1940-കളിലെ ഫ്രാൻസിൻ്റെ തകർച്ച പോലെയായിരിക്കുമെന്നാണ് മക്ഗ്രിഗർ വിലയിരുത്തുന്നത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമായിരുന്ന ഫ്രഞ്ച് സൈന്യം ജർമ്മനിക്ക് മുമ്പിൽ തകർന്നു വീണതുപോലെ സാങ്കേതികവിദ്യയുടെ അഹങ്കാരത്തിൽ നിൽക്കുന്ന ഇസ്രായേലും അമേരിക്കയും നിശ്ചയദാർഢ്യവും തന്ത്രപരമായ ആഴവുമുള്ള ഇറാൻ്റെ മുമ്പിൽ ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയമെന്ന് പറയുന്നത് ഇറാനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിജയമെന്ന് പറയുന്നത് സർവൈവൽ മാത്രം, അതായത് അതിജീവിക്കുക മാത്രമാണ്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വന്തം മണ്ണിൽ നിന്ന് പോരാടുന്ന, മരിക്കാൻ തയ്യാറുള്ള ഒരു ജനതയെ തോൽപ്പിക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മുൻവിധിയും കൂടാതെ വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക എന്നുള്ള ഒരു തന്ത്രമായിരിക്കും മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വിശകലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അനലിറ്റിക്കൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.